ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്. Look man, I am not an Alabaladi. I am Pavanai. നമസ്കാരം. മലയാള സിനിമയുടെ ഒരേ ഒരു ക്യാപ്റ്റൻ രാജുവിൻ്റെ 74ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. മലയാള സിനിമയിൽ ക്യാപ്റ്റൻ എന്ന വിശേഷണത്തോടെ അറിയപ്പെട്ടിരുന്ന ഒരേ ഒരു നടനെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. സ്വഭാവ നടനായും വില്ലനായും ഹാസ്യതാരമായും മലയാളികളുടെ പ്രിയ താരമായി മാറിയ രാജു ഡാനിയൽ എന്ന ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജു എന്ന നടനെ ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് നാടോടിക്കാറ്റിലെ പവനായി ആയിരിക്കും. പക്ഷെ ഒരു കൊലപാതകയ്ക്ക് നാരായണൻ പേരിട്ടാൽ ഒരു വെയിറ്റ് കിട്ടുകയില്ല. അതുകൊണ്ട് PV നാരായണന് ചില പരിഷ്കാരങ്ങൾ വരുത്തി പവനായി എന്നാക്കി. വേറിട്ട ഹാസ്യം കൊണ്ട് പ്രേക്ഷകരെ കുടുകുടെ ചിരിപ്പിച്ച കഥാപാത്രമായിരുന്നു പവനായി. നായകനായ മോഹൻലാലിനെ കൊല്ലാനായി മലപ്പുറം കത്തി മുതൽ അത്യാധുനിക തോക്ക് വരെയായി എത്തിയ പ്രൊഫഷണൽ കില്ലറായിരുന്നു പവനായി. തൻ്റെ പരുക്കൻ ശബ്ദവും ഉയരവുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമാക്കി. നിരവധി സീരിയലുകളിലൂടെ കുടുംബ സദസ്സുകളിലും അദ്ദേഹം പ്രിയങ്കരനായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ സ്വദേശിയായ രാജു പട്ടാള സേവനത്തിനു ശേഷമാണ് ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലായി 600-ലധികം സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലും നിരവധി പരസ്യങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രതിലയം, ആവനാഴി, ആഗസ്റ്റ് 1, നാടോടിക്കാറ്റ്, കാബൂളിവാല, CID മൂസ, പഴശ്ശി രാജ, മുംബൈ പോലീസ്, സാമ്രാജ്യം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷമിട്ടു. 1999 ഇസ്മയിൽ മർച്ചൻ്റ് സംവിധാനം ചെയ്ത കോട്ടൺ മേരി എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ എത്തി. 2011 പ്രിയദർശൻ ചിത്രമായ കഷ്മാകഷിലൂടെ ബോളിവുഡിലും അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. ഇതാ ഒരു സ്നേഹഗാഥ, മിസ്റ്റർ പവനായി എന്നീ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനവും ചെയ്തിട്ടുണ്ട്. 1950 ജൂൺ 27 KG ഡാനിയലിൻ്റെയും അന്നമ്മയുടെയും മകനായി ജനനം. ഓമല്ലൂർ സർക്കാർ UP സ്കൂളിൽ അധ്യാപകരായിരുന്നു മാതാപിതാക്കൾ. ഓമല്ലൂർ UP സ്കൂളിലും NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം. തുടർന്ന് പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ നിന്ന് സുവോളജി ബിരുദം നേടിയ രാജു 21-ാം വയസ്സിൽ ഇന്ത്യൻ സൈന്യത്തിൽ കമ്മീഷൻ ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചു. പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ശേഷം കുറച്ചുകാലം മുംബൈയിലെ ലക്ഷ്മി സ്റ്റാർച്ച് എന്ന കമ്പനിയിലും അദ്ദേഹം ജോലി ചെയ്തു. ഇവിടെ ജോലി ചെയ്യുന്നതിനിടെ പ്രതിഭ തിയേറ്റേഴ്സ് ഉൾപ്പെടെ മുംബൈയിലെ അമച്ചർ നാടക ഗ്രൂപ്പുകളിൽ ക്യാപ്റ്റൻ രാജു സഹകരിച്ചു. പിന്നീടാണ് ചലച്ചിത്ര രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. 1981 രക്തം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം നടത്തി. 80കളുടെ കാലത്ത് മലയാള സിനിമയിലെ ശക്തനായ വില്ലൻ സാന്നിധ്യമായിരുന്നു ക്യാപ്റ്റൻ രാജു. ജോൺ ജാഫർ ജനാർദ്ദൻ, മോർച്ചറി, അസുരൻ, ചങ്ങാത്തം, പാസ്പോർട്ട്, കൂലി, തിരകൾ, ഉണ്ണി വന്ന ദിവസം, അതിരാത്രം, പാവം ക്രൂരൻ, ആഴി, ഭഗവാൻ, ആവനാഴി, കരിമ്പിൻ പൂവിനക്കരെ, നിമിഷങ്ങൾ, ഒരു വടക്കൻ വീരഗാഥ, നാടോടിക്കാറ്റ്, യാഗാഗ്നി, മഹാൻ, ഉപ്പുകണ്ടം പ്രദേശ്, കാബൂളിവാല, തക്ഷശില, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, അഗ്നിദേവൻ, ഉദയപുരം സുൽത്താൻ, കേരളവർമ്മ, പഴശ്ശി രാജ, താന്തോന്നി എന്നിവ പ്രധാന ചിത്രങ്ങളായിരുന്നു. 2003 തൃശൂർ ജില്ലയിലെ കുതിരാനിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിന് ശേഷമാണ് അദ്ദേഹം സിനിമയിൽ നിന്നും വിട്ടുനിന്നത്. 2018 ജൂൺ 25 ന്യൂയോർക്കിൽ താമസമുള്ള തൻ്റെ മകനെ സന്ദർശിക്കാൻ പോകവേ വിമാനത്തിൽ വെച്ച് കടുത്ത മസ്തിഷ്കാഘാതം ഉണ്ടായി. തുടർന്ന് വിമാനം മസ്കറ്റിൽ ഇറക്കി അവിടെയുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ ചികിത്സയ്ക്കായി പിന്നീട് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും 2018 സെപ്റ്റംബർ 17 അദ്ദേഹം വിട ചൊല്ലി. മമ്മൂട്ടി ചിത്രം മാസ്റ്റർ പീസിലാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്. ക്യാപ്റ്റൻ രാജുവായി തന്നെയാണ് ചിത്രത്തിൽ അദ്ദേഹം എത്തിയതും.